നമസ്കാരം. അമേരിക്കൻ ജാലകത്തിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ജാലകം തുറന്നാൽ വിസ്മയം, ജാലകം തുറന്നാൽ അത്ഭുതം, മലയാള പെരുമ നിറഞ്ചാലകം, അമേരിക്കൻ ജാലകം. വിണ്ണിൽ തൊട്ടു നിൽക്കും മണ്ണിൻ മിഴിയായി ജാലകം, തീരാ വർണ്ണജാലം നിറയും മഴയായി ജാലകം. വിണ്ണിൽ തൊട്ടു നിൽക്കും മണ്ണിൻ മിഴിയായി ജാലകം, തീരാ വർണ്ണജാലം നിറയും മഴയായി ജാലകം, അമേരിക്കൻ ജാലകം, അമേരിക്കൻ ജാലകം, അമേരിക്കൻ ജാലകം. ക്രിസ്മസ് ഹോളിഡേയ്സ്, അമേരിക്കക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹാപ്പി ഹോളിഡേയ്സ്. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയിലെ ന്യൂയോർക്ക് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ മഞ്ഞിൽ മൂടിക്കഴിഞ്ഞിരിക്കുകയാണ്. നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ സമയം, യേശുദേവൻ ജനിച്ച ഈ പുണ്യ സമയം സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയുമാണ്. അമേരിക്കയിൽ എവിടെ നോക്കിയാലും ദീപാലങ്കാരങ്ങളും ക്രിസ്മസ് ഡെക്കറേഷൻസും കൊണ്ട് അമേരിക്ക ഏറ്റവും സുന്ദരിയായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ക്രിസ്മസ് സമയം. നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമാണ്. യേശുദേവൻ ജനിച്ചപ്പോൾ മാലാഖമാർ പാടിയതും അതുതന്നെയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇന്നത്തെ ഈ ക്രിസ്മസ് എപ്പിസോഡിൽ ജാലകത്തിൻ്റെ ആദ്യത്തെ വിശേഷം എന്താണെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. വിണ്ണിൻ്റെ നാഥനെ പാടിപ്പുകഴ്ത്താൻ മാലാഖ വൃന്ദങ്ങൾ ഒത്തുചേർന്നതിൻ്റെ ഓർമ്മകൾ കേരളത്തിലേതുപോലെ തന്നെ അമേരിക്കയിലും ആഹ്ലാദം നിറയ്ക്കുകയാണ്. തമ്പേറിൻ്റെയും മണിനാഥത്തിൻ്റെയും കൈകൊട്ട് താളത്തിൻ്റെയും അകമ്പടിയാൽ ഇതാ ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമ ചർച്ചിൻ്റെയും പേർലാൻഡ് സീറോ മലബാർ ചർച്ചിൻ്റെയും കരോൾ ഗാനം.
കാലിത്തൊഴുത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെന്ന് അനേകരെ ഉദ്ധരിക്കുവാൻ, അനേകരുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ, അനേകർക്ക് ഞങ്ങളുടെ സേവനം കാഴ്ചയായി സമർപ്പിക്കുവാൻ ഞങ്ങളെ തന്നെ ഞങ്ങൾ തിരുമുൻപാകെ അർപ്പിക്കുന്നു. മാനത്തു നിന്നും നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സുന്ദര മുഹൂർത്തമാണ് ഡിസംബറിലെ ക്രിസ്മസ്. പ്രത്യാശയുടെ തിരുപ്പിറവി, ശാന്തിയുടെ സന്ദേശം കൂടിയാണ് നമുക്ക് പകർന്നു തരുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസന അധിപൻ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പൊലീത്തയുടെ ക്രിസ്മസ് സന്ദേശം. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു ക്രിസ്തുമസ് കാലം കൂടി നമ്മളിൽ നിന്ന് കടന്നു പോകുന്നു. യേശുക്രിസ്തുവിൻ്റെ ജന്മപ്പെരുന്നാൾ ലോകമെങ്ങും ആഘോഷിക്കുകയാണ്. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മനുഷ്യാവതാരത്തിൻ്റെ പെരുന്നാൾ ലോകം ആഘോഷിക്കുമ്പോൾ വേദനയുടെയും കണ്ണുനീരുകളുടെയും നടുവിലൂടെ അനേകം ജനങ്ങൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നു എന്നുള്ളതും സത്യമായ ഒരു കാര്യമാണ്. ഈജിപ്തും സിറിയയുമെല്ലാം ആഭ്യന്തര കലഹം മൂലം കഷ്ടത്തിലാണ്. ഫിലിപ്പീൻസിൽ ടൈഫൂൺ കൊടുങ്കാറ്റും പ്രളയക്കെടുതിയും മൂലം അനേകം മനുഷ്യർ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയി. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പേരിൽ കേരളവും തമിഴ്നാടും തമ്മിൽ കൊമ്പുകോർക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ വർഷം ലോകം ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അരിപ്രാവുകൾ ലോകമൊക്കെയും പറന്നുയരുവാനും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശം മനുഷ്യഹൃദയങ്ങളിൽ ഉരുവാകുവാനും അങ്ങനെ ഈ ക്രിസ്തുമസ് ആഘോഷമാക്കി തീർക്കുവാനും തക്കവണ്ണം എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ വാർത്ത ആട്ടിടയന്മാർക്ക് മാലാഖമാരിലൂടെയും വിദ്വാൻമാർക്ക് നക്ഷത്രത്തിലൂടെയും ലഭിച്ചു. മാലാഖമാരുടെ ശബ്ദവും നക്ഷത്രത്തിൻ്റെ ഭാഷയും തിരിച്ചറിയുവാനുള്ള ജ്ഞാനം ആ കാലഘട്ടത്തിലെ മനുഷ്യർക്കുണ്ടായിരുന്നു. ഇൻ്റർനെറ്റും ഐപാഡും ഐഫോണുമെല്ലാം സാർവത്രികമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അകലെയുള്ളവരോട് സംസാരിക്കുകയും അടുത്തുള്ളവരോട് മൗനം പാലിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം മനുഷ്യരുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നു. എപ്പോഴും ചെവിയിൽ തിരികെ കയറ്റിയിരിക്കുന്ന ഇയർഫോൺ മൂലം മാതാപിതാക്കളുടെ ശബ്ദം കുഞ്ഞുങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള പരാതി ഈ കാലഘട്ടത്തിലെ യുവജനങ്ങളെ സംബന്ധിച്ച് പരക്കെ കേട്ടുവരുന്നു. മാലാഖമാരുടെ ശബ്ദം തിരിച്ചറിഞ്ഞ ആട്ടിടയന്മാരുടെ ജ്ഞാനവും നക്ഷത്രങ്ങളുടെ ഭാഷ തിരിച്ചറിഞ്ഞ വിദ്വാൻമാരുടെ ജ്ഞാനവും നമുക്കുണ്ടാകുവാൻ പ്രാർത്ഥിക്കാം. 2012 സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കൃപകളുടെയും ഒരു വർഷമായി മാനവരാശിക്ക് അനുഭവവേദ്യമാകുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കേവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്ന സന്തോഷത്തിലാണ്. നമ്മൾ എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും കാണുന്നത് ക്രിസ്മസ് പ്രസൻറ്റുകളും ഒത്തുകൂടലുകളും സ്നേഹവും സൗഹൃദം പങ്കിടലും ഒക്കെയാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾ ആഘോഷിക്കുമ്പോഴും നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത് ആ ക്രിസ്മസിൻ്റെ ഒരു സമാധാനം നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും യേശുദേവൻ്റെ ജനനം നമ്മൾ ഇത്ര ഗംഭീരമായിട്ട് ആഘോഷിക്കുമ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ഒരു ജീവിതം, ആ ഒരു സമാധാനം നിറഞ്ഞ ഒരു ജീവിതം ഇയർ അറൗണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം. അതിന് നമ്മൾ ശ്രമിക്കണം. ജാലകത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിൽ അയയ്ക്കുക americanjalagam@asianet.global.com.
കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. വിണ്ണിൽ തൊട്ടു നിൽക്കും മണ്ണിൻ മിഴിയായി ജാലകം, തീരാ വർണ്ണജാലം നിറയും മഴയായി ജാലകം. വിണ്ണിൽ